ഞാനും എന്റെ സഹോദരി മീനയും പിറവത്തെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് ഈ വേനൽക്കാല അവധിക്ക് പോയത്. പഴയ വറ്റി തുടങ്ങിയ നടുവീട്ടാണ് അത്. കഠിനമായ സായാഹ്നവാട്ടും പന്തിരുകൊമ്പൻ വൃക്ഷവും ഉള്ളത്. ഒരിക്കൽ രാത്രിയായിരുന്നു. മീന പറഞ്ഞത്, അച്ചേട്ടാ, അജയവകൽ നിന്ന് ആരോ നടക്കുന്നത് പോലെയുണ്ട്. ഞാനല്ലേ ചേട്ടൻ? ഞാൻ പറഞ്ഞു, പുഴു പൂച്ച അങ്ങനെയായിരിക്കാം. പക്ഷേ അന്നു രാത്രി ഞാനും കേട്ടു. വലിയ ചെരുപ്പ് ഇട്ടവനെപ്പോലെയാണ് ആരോ നടക്കുന്നത്. പിറ്റേന്ന് ഞങ്ങൾ ടോർച്ച് പിടിച്ച് അധേവത തുറന്നപ്പോഴാണ് അതൊരു തെറ്റായ പോയത്. പിന്നിൽ നിന്ന് വാതിൽ. അവിടെ ഇരുണ്ട പൊട്ടിയ ഇടത്തിൽ നിന്നാണ് അവൾ ഉയർന്നത്. ചോര കൊണ്ട തലയിൽ പൊട്ടിയ തോപ്പി, കാലില്ലാതെ തേരച്ചെന്ന പോലെ ഹതവത ചെയ്യുന്നു. കണ്ണുകൾ കനൽ പോലെ വെളുത്തത്. ഞാൻ ഇവിടെ മരിച്ചതിനുശേഷം ആരും ഞാൻ ഉള്ളിടത്ത് താമസിക്കരുത്. അവളുടെ ശബ്ദം മുറിക്കുന്ന കത്തി പോലെ. മീന കരഞ്ഞു. ഞാൻ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടക്കില്ല. അവൾ അടുത്തടുത്ത് വന്നു. കൈ നീട്ടിയപ്പോൾ തണുപ്പും മരണത്തിന്റെ ഗന്ധവും. അപ്പോഴാണ് ഭദയവധലെ വാതിൽ ആരോ പുറത്തുനിന്ന് തുറന്നു. അമ്മാമ്മ. കുടുംബത്തിന്റെ ആത്മാവാണ് അവൾ. പക്ഷേ നിങ്ങളിത് കാണേണ്ടതായിരുന്നില്ലാത്ത അമ്മാമ്മ പറഞ്ഞത് ഞങ്ങളിച്ചു. പിന്നീട് ആ വാതിൽ വീണ്ടും അടച്ചു. അവളെ വീണ്ടും ആരും കാണാതെ. ഈ കഥ ആരോടും പറയരുതെന്ന് അമ്മാമ്മ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ വൃക്ഷത്തിനു ചുവട്ടിൽ അതികാലത്ത് ഞാൻ ആരൊരാളുടെ ചിരി കേട്ടിട്ടുണ്ട്. അവളെ വീണ്ടും കാണുമോ എന്ന് അറിയില്ല. പക്ഷേ ഒരിക്കൽ കണ്ടാൽ മതി, ഒരിക്കലും മറക്കാനാകില്ല.